ഹായ് നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ്സ് PSC. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് സൗരയൂഥം എന്നൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന: സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ, എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അടുത്തൊരു പ്രസ്താവന: ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. അടുത്തത്: ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്: സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. അപ്പോൾ ഈ ഒരു പ്രസ്താവനകളെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തൊരു ചോദ്യം നോക്കാം: ശരിയായ ജോഡികൾ ഏത്? ഇവിടെ കൃത്രിമ ഉപഗ്രഹം, പ്രധാന ഉപയോഗം എന്നിവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ ജോഡി ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT 7 എമിസാറ്റ് ഇതൊക്കെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. ഇൻസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൃത്രിമ ഉപഗ്രഹം വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നതാണ്. എഡ്യൂസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൃത്രിമ ഉപഗ്രഹം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. IRNSS എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃത്രിമ ഉപഗ്രഹമുണ്ട്, അത് ഗതി നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കാർട്ടോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൗമ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. GSAT 7 എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. GSAT 7 എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിടെ എല്ലാതും ശരിയായിട്ടുള്ള ജോഡിയാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റാണുള്ളത്, അതിങ്ങനെയാണ്: ഇന്ത്യ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്തൊരു പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹമാണ് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഒരു GPS-ന് സമാനമായിട്ടുള്ള ഒരു സംവിധാനമാണ്. നാവിക് എന്നും ഇതിന് പേരുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ: ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം 2023 മെയ് 29 നടന്നു. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ചത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇതൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ്, ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം 2023 മെയ് 29 നടന്നു. ഇവിടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത് NVS 01 എന്ന് പറഞ്ഞിട്ടുള്ള ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ GSLV 12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ചത്. GSLV 12 റോക്കറ്റ് കേട്ടോ. അതുപോലെ 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിലെത്തിച്ചു. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്: ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ISR എന്ന് പറയും, ISRO എന്നൊക്കെ പറയും. ഇനി അടുത്തൊരു ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 23 സ്ഥാപിതമായി. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു
ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. 1963 നവംബർ 21 സ്ഥാപിതമായി. അപ്പോൾ SCERT പറയുന്നതാണ് 1963 നവംബർ 21. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നോക്കി വെച്ചോളാം. 1963 നവംബർ 21. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. അപ്പോൾ ഇത് സതീഷ് ധവൻ സ്പേസ് സെൻറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സതീഷ് ധവൻ സ്പേസ് സെൻറ്ററിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ വർഷങ്ങൾ തമ്മിൽ മാറിപ്പോകരുത്. ആദ്യം വന്നത് തുമ്പയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അത് 1963 നവംബർ 21 നവംബർ 21 വന്ന്. ഇവിടെ സതീഷ് ധവൻ സ്പേസ് സെൻറ്റർ 1971 ഒക്ടോബറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറാതെ പഠിച്ചു വയ്ക്കുക. ആദ്യം തുമ്പ, പിന്നെ ശ്രീഹരിക്കോട്ട. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. വിക്രം സാരാഭായുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. അടുത്തത്, ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പ്രസ്താവന ഒന്നുകൂടി വായിക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായാണ്. ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകിയത്. അതുപോലെ തന്നെ ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്ന് പേര് നൽകിയതും ഒരു വിക്രം സാരാഭായുടെ പേരിൽ നിന്നാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സതീഷ് ധവാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഇസ്രോയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഇസ്രോ എന്ന് പറഞ്ഞാൽ ISRO ആണ്. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. മൂന്നാമത്തെ പ്രസ്താവന, ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ സതീഷ് ധവാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇസ്രോയുടെ ചെയർമാനായിട്ട് സതീഷ് ധവാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്ര പരിവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. അടുത്തൊരു പ്രസ്താവന, ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ചന്ദ്രയാനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്ര പരിവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. അപ്പോൾ ചന്ദ്രയാൻ 1 ആദ്യത്തെയാണ്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഈ ഒരു ഡേറ്റ് മറക്കരുത്. 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത് 2008 ഒക്ടോബർ 22 അതുപോലെ തന്നെ ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണത്തിലൂടെ സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ ചന്ദ്രയാൻ 1 ഇറങ്ങിയിട്ടില്ല, ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചിട്ടാണ് വിവരങ്ങളൊക്കെ ശേഖരിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ചന്ദ്രയാൻ 2 വരുമ്പോൾ അത് വ്യത്യാസമുണ്ട്, 3ക്ക് വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 2വുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ചന്ദ്രനിലിറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. അതുപോലെ തന്നെ 2019
ജൂലൈ 22. ചന്ദ്രയാൻ 1ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2008 ഒക്ടോബർ 22. ഇവിടെ 2019 ജൂലൈ 22. ഓക്കെ. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഭ്രമണപഥത്തിലൂടെ ചുറ്റി സഞ്ചരിക്കുക ചെയ്തത്. പക്ഷേ ചന്ദ്രയാൻ 2 എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുന്ന എന്നതായിരുന്നു ലക്ഷ്യം. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിലെത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യവുമായി ISRO മുന്നേറുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ, ചൊവ്വ പരിവേഷണ വാഹനങ്ങളായ മംഗൾയാൻ 2 എന്നിവയെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14. ജൂലൈ 14. ഓക്കെ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ എന്ത് ചെയ്യുന്നത്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം, ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചന്ദ്രയാൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ ഏതെല്ലാം? മംഗൾയാൻ ചൊവ്വ പരിവേഷണം, ആദിത്യ L1 സൗര പരിവേഷണം, ഗഗൻയാൻ ബഹിരാകാശ പരിവേഷണം. ഇവിടെ എല്ലാ ജോഡികളും ശരിയാണ്. മംഗൾയാൻ ചൊവ്വ പരിവേഷണമാണ്, ആദിത്യ L1 സൗര പരിവേഷണമാണ്, ഗഗൻയാൻ ബഹിരാകാശ പരിവേഷണമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. രണ്ടാമത്തേത്, ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയം അനുഭവപ്പെടുന്നു. അടുത്തത്, ഭൂമിയുടെ ഭ്രമണമാണ് ഉദയാസ്തമയങ്ങൾക്ക് കാരണം. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇത് മാത്രം ശ്രദ്ധിച്ചു വയ്ക്കുക, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്, അത് മാറിപ്പോകരുത്. അതുപോലെ ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. കറക്കം എന്ന് പറയുമ്പോൾ ഭ്രമണമാണ്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, 27 ദിവസം കൊണ്ട് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. രണ്ടാമത്തേത്, പരിക്രമണപാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. 27 1/2 1/3. പരിക്രമണപാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. അതുപോലെ തന്നെ
ചന്ദ്രൻ 27 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേസമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ 27 ദിവസം എടുത്താണ് ഭൂമിയെ പരിക്രമണം നടത്തുന്നത്. അതേസമയം എടുത്താണ് ചന്ദ്രൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. അടുത്തൊരു പ്രസ്താവന, സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യനെ ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ പ്രസ്താവന ഒന്നുകൂടി നോക്കാം. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. അതുപോലെ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലവയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാനശാസ്ത്രജ്ഞനാരായിരുന്നു? ഉത്തരം നിക്കോളാസ് കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാനശാസ്ത്രജ്ഞനായിരുന്നു നിക്കോളാസ് കോപ്പർനിക്കസ്. ഓക്കെ, പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ചത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും സൗരയൂഥത്തെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാം കൂടി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ബോറായിരിക്കും. അതുപോലെ തന്നെ SCRT-യുമായി ബന്ധപ്പെട്ട മറ്റ് ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്